നേരത്തെ 24 ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതിൽ മരണപ്പെട്ടവരുടെ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 6,49,000 വോട്ടർമാരുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കണ്ടെത്താൻ കഴിയാത്തവർ എന്ന നിലയിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെ ഇപ്പോൾ പലരും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുകയാണ്. ആ 24 ലക്ഷത്തിന് പുറമെയാണ് 19.32 ലക്ഷം പേരുടെ നോൺ മാപ്പിംഗ് കാരണം പറഞ്ഞുകൊണ്ട് ഹിയറിംഗിൽ പങ്കെടുക്കാൻ നോട്ടീസ് നൽകി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹിയറിംഗ് നടത്തുന്നത്. അതിനു പുറമെയാണ് ഏതാണ്ട് ഒരു 14 ലക്ഷത്തോളം വരുന്ന ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് ഹിയറിംഗിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇത് അസാധാരണമായ ഒരു നടപടിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുണ്ട്. ജില്ലകളിൽ ജില്ലാ രജിസ്ട്രേഷൻ ഓഫീസർമാരുണ്ട്. അത് ഡിസ്ട്രിക്ട് കലക്ടർമാരാണ്. അതിന്റെ കീഴിൽ ഡെപ്യൂട്ടി കലക്ടർമാരും അതിന്റെ സംവിധാനവുമുണ്ട്. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ EROമാർ എല്ലാ അസംബ്ലി മണ്ഡലങ്ങൾക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു പുറമെ AEROമാരുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരുമുണ്ട്. ഇങ്ങനെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ സംവിധാനം ഉപയോഗിച്ച് തയ്യാറാക്കിയ വോട്ടർ പട്ടിക, ആ പട്ടികയിലെ തെറ്റിന് ശിക്ഷ വോട്ടർമാർക്ക്. ഇത് എല്ലാ നിയമവ്യവസ്ഥയും കാറ്റിൽ പരത്തുന്ന ഒരു നടപടിയാണ്. എന്തെല്ലാം തെറ്റുകളാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്? മെയിൽ എന്നതിന് പകരം ആൺ എന്നതിന് പകരം ഫീമെയിൽ എന്നായിപ്പോയിട്ടുണ്ട്, പെൺ എന്നായിപ്പോയിട്ടുണ്ട്. എങ്കിൽ അത് തിരുത്താൻ ആ വോട്ടർ ഹിയറിംഗിൽ പങ്കെടുക്കണം. പ്രായത്തിൽ അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിലുള്ള വ്യത്യാസം 50 വയസ്സിലധികമൊക്കെ കണ്ടുകഴിഞ്ഞാൽ സംശയമായി. അത് തിരുത്താൻ വരണം. അതുപോലെ തന്നെ പേരിൽ ചില വ്യത്യാസങ്ങൾ കാണും. അതിൽ തിരുത്തൽ വരുത്താൻ ഇവർ ഹാജരാവണം. അപ്പോൾ പ്രായം, അതുപോലെ തന്നെ പേര്, വിലാസം, മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള പ്രായത്തിൽ ഒരു 50 വയസ്സ് വരെയുള്ള വ്യത്യാസം കാണുമ്പോൾ സംശയം. മുത്തച്ഛനും മുത്തശ്ശിമാരും പേരക്കുട്ടികളും തമ്മിലുള്ള, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ പ്രായത്തിൽ 40 വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ സംശയം. ഇതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ പട്ടികയിൽ സംഭവിക്കുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇതിന്റെ പഴി മുഴുവൻ വോട്ടർമാരായ ആളുകളുടെ മേൽ ചാർത്തിക്കൊണ്ട് അവര് ഹിയറിംഗിന് ഹാജരാവണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ജില്ലകളിലെ യോഗങ്ങളിലെ ഒബ്സർവർമാർ പറഞ്ഞു, അത് BLOമാരോട് തിരുത്തിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ BLOമാർ എന്താ ചെയ്യുന്നത്? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന
ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് താഴോട്ട് കൊടുക്കുന്നത്. ആ നിർദ്ദേശങ്ങളാണ് സംശയാസ്പദമായിട്ടുള്ളത്. അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മെസ്സേജിലൂടെയാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള നോട്ടീസ് ലഭിക്കുന്നവരുടെ എണ്ണമാവട്ടെ ഓരോ ജില്ലയിലും 1 ലക്ഷം 1.5 ലക്ഷം വരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ 3 വിഭാഗങ്ങളിലായി ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുമോ എന്ന ശങ്കയിലാണ് കേരളമുള്ളത്. ഇത് സംബന്ധിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അടിയന്തരമായും വോട്ടർമാരെ വോട്ടർ പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഹാജരാവണം എന്ന് പറയാതെ BLOമാരെ ചുമതലപ്പെടുത്തി ആ തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത്. വോട്ടർ പട്ടിക വോട്ടർ തയ്യാറാക്കിയതല്ല. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി വോട്ടർ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരിക്കലും അവർക്ക് തെറ്റില്ല. കാരണം അത് പരിശോധിച്ചുകൊണ്ടാണ് ഇവർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 2002 ശേഷം 5 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത വോട്ടർമാർക്ക് വോട്ടർ പട്ടിക പുതുക്കുന്ന ഈ കാലത്ത് വീണ്ടും ഹിയറിംഗിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതും അക്ഷരത്തെറ്റിന്റെ അച്ചടിത്തെറ്റിന്റെ പിന്നെ യുക്തിസഹമായ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള നീക്കം ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരുടെ മേൽ ശിക്ഷ വിധിക്കും പോലെ ആകാൻ പാടില്ല. അത് അവരുടെ ജോലിയാണ്. അവർക്ക് വോട്ടവകാശം നിഷേധിക്കാൻ പറ്റൂല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണം. അവർ സമർപ്പിച്ച ഒരു രേഖയിലും ഈ പറഞ്ഞ തെറ്റുകളില്ല. ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന പട്ടികയിൽ ഇപ്പോൾ 24 ലക്ഷം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച നിങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്, ഇലക്ഷൻ കമ്മീഷനാണ് പ്രസിദ്ധീകരിച്ചത്. അതിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് ഉത്തരവാദികൾ വോട്ടർമാരല്ല എന്ന് കണ്ടുകൊണ്ട് ആ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായുള്ള സംവിധാനമാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് BLOമാർ അവർക്കാണ് ഇത് അതത് പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലുള്ള പട്ടികയിലെ തെറ്റുകൾ കണ്ടെത്തി പ്രായത്തിലെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയുക. BLOമാരെ ഏൽപ്പിക്കുക. ഇതിൽ ഒരു ഉത്തരവാദിത്തം EROമാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക്. അതിൽ പറയുന്നത് എന്താ? EROമാർ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്നാണ്. ആ നിർദ്ദേശം ഒഴിവാക്കണം. അത് ആയിരക്കണക്കിന് വോട്ടർമാർ ഓരോരുത്തരും EROമാരുടെ അടുത്ത് പോകണമെന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് BLOമാർ എന്ന് പറയുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പോളിംഗ് സ്റ്റേഷനിലെ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഓഫീസറാണ് എന്നുള്ളതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഇനി വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ BLOമാരെ ചുമതലപ്പെടുത്തണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതെ അതെ അതെ, സംസ്ഥാന സെക്രട്ടറി. അതെ അതെ, അത് BLOമാർക്ക് കിട്ടിയ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി MV ജയരാജൻ എന്ന വോട്ടർക്ക് കൊടുക്കുകയാണ്. അതെ, നിങ്ങൾ അടിയന്തരമായി ഇത്രാം തീയതി ഹിയറിംഗിന് ഹാജരാവണം. 2002 ശേഷം വോട്ടർ പട്ടികയിൽ പേര് വന്നവർക്കാണ് ഈ നോട്ടീസ് വരുന്നത്.
അങ്ങനെ വരും അതിന്റെ അകത്ത്. അത് ചിലപ്പോ ഈ 19 ലക്ഷത്തിന്റെ അകത്ത് വരുന്നവരും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇതേ ഉള്ളൂ, നമ്മുടെ പട്ടിക തയ്യാറാക്കിയ ഇലക്ഷൻ കമ്മീഷന് തെറ്റുപറ്റിയാൽ, ഇലക്ഷൻ കമ്മീഷൻ മെയിൽ എന്നതിന് പകരം ഫീമെയിൽ എന്ന് അച്ചടി തെറ്റുപറ്റിയാൽ അത് വോട്ടറുടെ ഉത്തരവാദിത്തമല്ലല്ലോ. അതുപോലെയുള്ളതാണ്. പിന്നെ യുക്തിസഹമായ ചില പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അച്ഛനമ്മമാരും മക്കളും തമ്മിൽ 50 വയസ്സിന്റെ വ്യത്യാസം കണ്ടാൽ അങ്ങനെയുള്ളവരുണ്ട്. ഒരു മൂത്ത മകന് അല്ലെങ്കിൽ മൂത്ത മകൾക്ക് 50-ലധികം വയസ്സോ 60 വയസ്സോ ഉള്ളവരുണ്ട്. 80 വയസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇത് ബൂത്ത് ലെവൽ ഓഫീസർക്ക് കൊടുത്താൽ തന്നെ ആ ഓഫീസർക്ക് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്യൂമറേഷൻ ഫോറം എല്ലാം ഈ ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിൽ പോയി കൊടുത്തതുകൊണ്ട് അവർക്ക് ഹൃദയസ്ഥമാണ്. അത് ജില്ലാതലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലകളിൽ പോളിംഗ് സ്റ്റേഷന്റെ ഈ അശാസ്ത്രീയമായ കണ്ടെത്തൽ, പുതിയ പോളിംഗ് സ്റ്റേഷൻ അത് കണ്ടെത്തിയതിന്റെ ഫലമായി ഉദാഹരണത്തിന് എ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പുതുതായി സി പോളിംഗ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമ്പോൾ ബി കടന്നിട്ട് വേണം പോകാൻ. അപ്പൊ ബി പോളിംഗ് സ്റ്റേഷനിൽ തന്നെ ഇതിനാവശ്യമായ അതിന്റെ തെക്കുഭാഗ സ്ഥലമുണ്ട്. ഇങ്ങനെ മേപ്പ് വരച്ച് പരാതികൾ ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത്